ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ ജോണിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഇപ്പോൾ വിഴിഞ്ഞത്ത് ജോണിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജോൺ രാജിവെക്കണം എന്നതുവരെ ഉയർന്നിരുന്നു വിമർശനം. ഇതുവരെയും ഫിഷറീസ് വകുപ്പ് മന്ത്രി 12-13 ദിവസമായിട്ടും ഈ വീടുകളിലേക്ക് എത്താഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ജോണിൻ്റെ കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ എത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കൊപ്പമാണ് വിഴിഞ്ഞത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ജോണിൻ്റെ മക്കളുടെ പ്രതികരണങ്ങൾ നേരത്തെ നമ്മൾ കേട്ടതാണ്. ഇതുവരെയും ഒന്നും ജോണിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നില്ല. തിരച്ചിൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പോലുമില്ല എന്നാണ് ഇന്നലെ ജോണിൻ്റെ മക്കൾ പ്രതികരിച്ചത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, ഒപ്പം തന്നെ MLA ഉണ്ട്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഉണ്ട്. ജോണിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ അടക്കമുള്ളവർ. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഒപ്പം ഉണ്ട്. വലിയ പ്രതിഷേധമാണ് ജോണിൻ്റെ വീട്ടിൽ ജോണിൻ്റെ ബന്ധുക്കൾ നടത്തിയത്. അതേപോലെ മുതലപ്പുഴയിലുണ്ടായത്, നീണ്ടകരയിലുണ്ടായത്. പക്ഷേ അപ്പോഴൊന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി വരാഞ്ഞത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നതാണ് പൊതുവെ ഉയർന്നിരുന്ന ആരോപണം. ഇപ്പോൾ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും എത്തിയിട്ടുണ്ട്. ജോണിൻ്റെ മക്കളുണ്ട്, ഭാര്യ, കുടുംബമുണ്ട്. ഇപ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. പോസ്റ്റൽ പോലീസുമായിട്ട് സംസാരിച്ചു. ഇപ്പം ഇന്നും അത് ചെയ്യുന്നുണ്ട്. തദ്ദേശവാസികളായ ആളുകൾ പരമാവധി നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ കാര്യം പോയി പോസ്റ്റൽ പോലീസിൻ്റെ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം മകൻ എന്തെല്ലാം ചെയ്യണം. ഡിജിറ്റലൈസ് ചെയ്യാൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് അത് ലഭ്യമാക്കിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് അത് ചർച്ച. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കമാൻഡർക്ക് ഒരു യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ചർച്ച നടന്ന കോസ്റ്റ് ഗാർഡിനാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഷിഫ്റ്റ് ഇറങ്ങണമെങ്കിൽ തന്നെ അവരുടെ അനുമതി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കാരണം കൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് അവിടെ പോയി സംസാരിക്കേണ്ടി വന്നത്. ഈ ആദ്യഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപകടം നടന്ന ആദ്യഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഈ ഘട്ടങ്ങളിലുള്ള ആ ഒരു ഇടപെടലാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം. ഇത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായത്, ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടായത്. കാരണം ഓക്കി കഴിഞ്ഞ് 2017 ഓക്കി കഴിഞ്ഞ് 4 ഇതുവരെയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കടലിൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടുത്തേണ്ട ഒരു SOP ഇതുവരെ ഡെവലപ്പായിട്ടില്ല. അത് ഓർക്കുമ്പോൾ വിഷമമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ട് വരുന്നത് വൈകിയാണ്. അതായത് 1 മണിക്കാണ് പപ്പയും മറ്റും കടലിൽ പോകുന്നത്. അപ്പോൾ 1 മണിക്ക് പോകുന്നവർക്ക് 2 മണിക്കാണ് അവരുടെ സൈറ്റിൽ കാര്യം അറിയുന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് സൈറൻ പോകുന്നത് അവർക്ക് അവിടെ. പക്ഷേ ഇതിനു മുമ്പേ പപ്പയും മറ്റും കടലിലായി കഴിഞ്ഞ്, കടലിലായവർക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചു വരാനായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോകാനായിട്ട് ഒരു വഴിയുമില്ല. പക്ഷെ അവിടെ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും
പൈപ്പ് ഘടിപ്പിക്കാൻ പറ്റില്ല. എവിടെയാണ് അപകടം പറ്റുന്നത് അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലല്ല. ഇതൊരു വാട്ടർ പ്രൂഫ് മൊബൈൽ GSM ഇത് തന്നെയാണ്. അതിൽ ലൊക്കേഷനും അറിയാം, നമുക്ക് 2-way കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൺട്രോൾ റൂമിൽ നിന്ന് അത് സെപ്പറേറ്റ് കൺട്രോൾ റൂം സെറ്റ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് GPS പിന്നെ അതുപോലെ തന്നെ എപ്പോഴും വാണിംഗ് ആണ്. അതില്ലാതെ വാണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കൊടുക്കാതെ എപ്പോഴും വാണിംഗ് കൊടുക്കും. ഇവർ കടല് പെട്ടെന്നാണ് ഇപ്പോൾ കടലിൻ്റെ സ്വഭാവം മാറുന്നത്. അപ്പോഴാണ് നമ്മൾ വാണിംഗ്, ഇവർ കടലിൽ പോയി കഴിഞ്ഞതിന് ശേഷം വാണിംഗ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ വാണിംഗ് കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന കൂടുതൽ വാണിങ്ങുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ട് ലോക്കലൈസ്ഡ് വെതർ സിസ്റ്റം ഇല്ല, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇല്ല, അക്യുറേറ്റ് ആയിട്ട് അവർ പറയുന്നില്ല. അതായത് ഒരു ദിവസം ഇപ്പോൾ ഈ 2-3 ദിവസത്തിന് മുമ്പ് 40 കിലോമീറ്റർ കാറ്റടിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അന്ന് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതുണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുമ്പോഴാണ് അവർക്ക് അന്നുള്ള ഭക്ഷണത്തിനുള്ള സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇത് ഉണ്ടായില്ല, അയ്യോ ഞങ്ങൾ പണിക്ക് പോയിരുന്നെങ്കിലും അവിടെ ഒരു അവിശ്വാസം ഉണ്ടാകുന്നവർക്ക്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടൊരു വെതർ ഫോർകാസ്റ്റിംഗ് അതും ലോക്കലൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ജില്ലയിൽ ഇപ്പോൾ കാറ്റടിക്കുന്ന ഇവിടെ ഉള്ളവർ പണിക്ക് പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് വരുമാന മാർഗം തടസ്സമാവുകയാണ്. പക്ഷെ കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ആവശ്യം പറയാൻ കാരണം ഞങ്ങളുടെ പപ്പ പണിക്ക് പോകുമ്പോഴത്തേക്കും വീട്ടിലെ അമ്മ എങ്ങനെ ഇരിക്കും, മക്കളെങ്ങനെ ഇരിക്കും എന്ന് ഞാൻ കാണുന്നതാണ്. ഇത് തന്നെയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ ഇന്നിപ്പോൾ കാണാതിരുന്ന് ഇന്ന് 11 ദിവസമായി. 11 ദിവസമാകുമ്പോൾ ഈ 11 ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക വ്യതകളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എന്ന് പറയണമെന്ന് വെച്ചാൽ വിഷമമില്ല എന്നല്ല, അത് ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും വന്ന് പറയുന്നത്. ഇത് പറയുന്നത് നാളെ പപ്പ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. നാളെ ഒരു പക്ഷേ വീണ്ടും പണിക്ക് പോകേണ്ടി വരും, ഇവിടെ ഉള്ളവർ വീണ്ടും പണിക്ക് പോകും. അപ്പോൾ കുടുംബങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും പറയുന്നത്, വേറെ ഒരു ഉദ്ദേശത്തിലുമല്ല. ഇത് ഒരു രീതിയിൽ ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചതുമല്ല. അത് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളി മേഖലയിലെ MLA ആണ്. നമുക്കറിയാം ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ. ഈ വാണിങ്ങിൻ്റെ അവഗണിച്ച് തന്നെ ആളുകൾ പോകാം, വേറെ മാർഗമില്ല, കുടുംബം പട്ടിണിയായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർ പോകാറുണ്ട്, സത്യമാണ്. നമ്മൾ ലോക്കലൈസ്ഡ് വെതർ ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് നമ്മൾ ആലോചിക്കണം. അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. മറ്റേ 2-way കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. പിന്നെ SOPയുടെ കാര്യത്തിലും SOP നമ്മൾ ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ അതുപോലെ കഴിയുകയാണെങ്കിൽ മറൈൻ ആംബുലൻസിനെ ഒരു എയർ ആംബുലൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. പിന്നെ അതുപോലെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷൻ നമുക്ക് ഉണ്ടാവണം. കാരണം രാത്രി പക്ഷെ ഇതെങ്ങനെയാണ് ഓഫീസ് ടൈമാണ്, അത് അങ്ങനെ 24 മണിക്കൂറാണ്. പക്ഷെ അത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണം അവർക്ക്. പോലീസ് സ്റ്റേഷന്റെ കുറച്ച് പരാധീനതകളുണ്ട്, നമ്മളതെല്ലാം മാറ്റാൻ ഈ കോസ്റ്റൽ മറൈൻ ബോട്ട് അതിനൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓക്കി കാലത്ത് വാങ്ങിയ 2 ആംബുലൻസുകൾ 18 കോടിക്ക് വാങ്ങിച്ചു. അതൊരു ചെറിയ കടലിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് എൻ്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാണ്. നമ്മൾ അന്നേ സൈറ്റ് പറഞ്ഞതാണ്. അതിനിപ്പോൾ നമ്മളത് മാറ്റണം, പുതിയ നമ്മൾ ചെയ്യേണ്ടി വരും. പഴയതിന് എന്ത് സംഭവിച്ചു നമ്മൾ അതല്ല, ആ പൈസ എന്ന് പറയുന്നത് മറ്റേ ഓക്കിയിൽ CMDRF ജനങ്ങൾ കൊടുത്ത പൈസയാണ്. അത് വെച്ച് 18 കോടി രൂപയ്ക്ക് 2 ആംബുലൻസ് വാങ്ങിച്ചു. ആ രണ്ടും ഇതിപ്പോൾ അത് 6 മാസമായിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് 31-ാം തീയതി രാവിലെയാണ് ഡീസൽ പിടിച്ചു കൊടുത്തത് പറഞ്ഞു വിട്ടത്. അന്ന് CPO ഒന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് ചെയ്തിട്ട് അന്നാണ് പറഞ്ഞു വിടുന്നത്. പക്ഷെ അതിന് ഈ റഫ് സീയിൽ പോകാൻ പറ്റില്ല. നമ്മളത് മോഡേണൈസ് ചെയ്ത് അത് മാറ്റിയേ പറ്റുള്ളൂ. അത് മാറ്റി സുരക്ഷയുടെ സുരക്ഷയിൽ നമുക്ക് ബഡ്ജറ്റിൽ ഇത് തന്നിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തു. അതുപോലെ അന്ന് ബഡ്ജറ്റിൽ ഈ പോകുന്ന ഈ വാണിംഗ് ഉള്ള ദിവസങ്ങളിലെ ഇവർക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നതിന് വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്, അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോസ്റ്റൽ നമ്മൾ
നമ്മൾ സെർച്ചിന് നടത്തുമ്പോഴത്തേക്കും ഫിഷർമാൻ ഇപ്പം റഫ്സിയിൽ അവർ റഫ്സി ഫിഷർമാൻ ആകുമ്പോൾ അവർക്കത് റഫ്സി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ അതെ, അവരെ കൂടെ കൂട്ടണം. കാരണം അതെ അതെ അവർക്ക് അവർ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അതിന് നമ്മൾ കാരണം അത് ഡിഫൻസിന്റെയും ഇതൊക്കെ ആയതുകൊണ്ട് പക്ഷെ അതാണ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടൊരു റെസ്ക്യൂ ടീം ഉണ്ടാക്കാൻ ഉള്ളൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പൊ ആകെ ചെയ്യുന്ന കോസ്റ്റൽ പോലീസാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇന്നലെ വെള്ളത്തിൽ ചെറിയ ബോട്ടിങ്ങൊക്കെ എന്തെങ്കിലും റിസ്ക് വന്നാൽ ഇപ്പൊ അവരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങൾ പോകുന്നൊരു അല്ല പറഞ്ഞ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും അതിനോട്ട്. എന്നിട്ട് അത് ചെയ്യാം. പക്ഷേ ഫിഷർമാൻ അപ്പം തന്നെ ഇറങ്ങിപ്പോകാൻ അവർ റെഡിയാണ്. അവരിത് സാലറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കുണ്ട്, അവരിതൊരു സർവീസായിട്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രളയകാലങ്ങളിലെല്ലാം നമ്മൾ ഫിഷർമാൻ്റെ സഹായം ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഫിഷർമാനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളുമാണ് ഇത് വരുന്നത്. അത് മുഖ്യമന്ത്രി പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആവശ്യം നമ്മുടെ സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെ ആയിരുന്നു. പിന്നെ മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടേ കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ ഫോൺ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ ഒരു മിനിറ്റ് നമ്മൾ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ്. ഇപ്പം തന്നെ ലൈഫിൽപ്പെടുത്തി ഒരാൾക്കും വീട് കിട്ടിയില്ല മത്സ്യത്തൊഴിലാളികൾ. ഇത്തവണ ബഡ്ജറ്റിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം അമ്മേൻ്റെ മെയിൻ്റനൻസ്, പിന്നെ SOP നമ്മൾ തയ്യാറാക്കാൻ പോകും. നമ്മൾ ഈ 2 മാസമല്ലേ ആയോ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഫിഷറീസ് മിനിസ്റ്ററും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളത് ചെയ്യും. കഴിഞ്ഞതായാലും കഴിഞ്ഞു. നിങ്ങളുടെ ബുദ്ധിമുട്ടും വേദനയും ഞങ്ങൾ 100% ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കുണ്ടായാൽ ആ വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമില്ല. അത് വികാരം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നാളെ ഇതാർക്കും ഉണ്ടാവാതിരിക്കാൻ എങ്ങനെയെങ്കിലും തെരച്ചിൽ പൂർത്തിയാക്കി ജീവനോടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഞങ്ങൾ ഊർജിതമായി തന്നെ നടത്തും. പിന്നെ നാളെ ക്യാബിനറ്റ് ഉണ്ട്. നമ്മൾ ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളിലൂടെ അങ്ങനെ തീരുമാനിക്കും. നിങ്ങളുടെ SOPയുടെ 2 ആഴ്ചക്കുള്ളിൽ അല്ലേ? പിന്നെ വേറൊരു കാര്യം നമ്മൾ തീരെ ഇതാണ് നേരത്തെ സംസാരിച്ചത്. ഞങ്ങളുണ്ടായിരുന്നു ചർച്ചയല്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ലോക്കൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അതും കൂടെ സംഘടനകളുടെ നമുക്കൊരു ഫ്രെയിം വർക്ക് ആയാലും അവരോടും കൂടി അത് ആവശ്യമുള്ളൂ. അല്ല അവരാൾ ഉപയോഗിക്കുന്നവർ. ശരി അങ്ങോട്ട് വിളിയപ്പോൾ ഓക്കെ ചെയ്യും. മുൻകൈ എടുത്ത് അവർക്ക് വാഹനം എക്സ്പെർട്ടൈസും നേരത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഇന്നലെ നീണ്ടകരയിൽ ലോക്കൽ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസിൻ്റെ കൂടെ കൊണ്ടുപോയി. പിന്നെ അതിനോട് വന്ന വഴി ഞങ്ങൾ എക്സാക്ട്ലി അതാണ്. പക്ഷെ അന്ന് ടൈമിലാണ് അത് ചെയ്യാം.
നടപടിക്രമങ്ങൾ ലഘൂകരിച്ചില്ലെങ്കിൽ പ്രോസസ്സ് അത് ഈ പോസ്റ്റുകളാണ് പ്രശ്നം. നമ്മളെ ഇപ്പം എങ്ങനെയാണ് പോസ്റ്റൽ പോലീസ് എങ്ങനെയാണ് പോലുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. എന്താ അത് തന്നെയാണ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് വേറെ സ്ഥലങ്ങളിൽ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ഏതൊക്കെ തരത്തിലും കൂട്ടാൻ പറ്റും. അതാണ് അതെ സമയം ശരി ബാ സിസ്റ്റർ റിലേഷൻ അല്ല ഇപ്പൊ ഇവിടുത്തെ 4 ഫോണിൽ ഡെയിലി അപ്ഡേഷൻ തരുന്നുണ്ടല്ലോ. ഇനി ചെയ്യാൻ പോകുന്നു ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഏകദേശം ജനറൽ ട്രാൻസ്പോർട്ടിൽ വരുന്ന സാധാരണ പോലീസ് മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി 11ാം ദിവസമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും അടക്കം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ വീട്ടിലെത്തി ജോണിന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തി. ജോണിന്റെ മക്കളുടെ ആവശ്യങ്ങൾ കേട്ടു. അവർ തീരത്തേക്കെത്തി തീരദേശ ജനതയുടെ ആവശ്യങ്ങൾ കേട്ടു. അവരുടെ പരിമിതികൾ, അവരുടെ പ്രതിസന്ധികൾ, അവരുടെ പ്രശ്നങ്ങൾ എല്ലാം കേട്ടു എന്നതാണ്. അങ്ങനെ കേൾക്കാനൊരു സംവിധാനമില്ല എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരാതി.